തന്ത്രിയുണ്ട്. തന്ത്രിയായിരുന്നു. അപ്പം ആരെയായിരുന്നു അന്ന് ആരാധിച്ചിരുന്നത്? തന്ത്രിയല്ല, അത് ഒരു എന്തോ ഒരു ബ്ലാക്ക് മാജിക് ടൈപ്പിലൊക്കെ ആയിരുന്നു. അതിനകത്ത് വേറെ മൂർത്തികളൊന്നും അല്ല. മൂർത്തികളുണ്ടായിരിക്കാം, അതൊക്കെ അത്ര നല്ലതൊന്നും ആയിരുന്നില്ല. പിന്നെ അത് ആളുകൾ കൊന്നുകളഞ്ഞാണ് എന്നെ. അങ്ങനെയൊക്കെ അവർക്ക് സഹിക്കാൻ വയ്യ വന്നപ്പോഴത്തേക്ക് കൊന്ന. സാർ ഒരുപാട് പേർക്ക് പാസ് റിഗ്രഷൻ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം അങ്ങനെ റിഗ്രഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഒരുപാട് വ്യക്തികൾ വന്നിട്ട് അവരുടെ പൂർവ്വജന്മങ്ങൾ നോക്കുമ്പോൾ ഒരുപാട് പ്രത്യേകത ഉള്ളതായിട്ട് ഏതെങ്കിലും അങ്ങനെ വ്യക്തികളെ കണ്ടിട്ടുണ്ടോ? പിന്നെ സാറിനെ ചിലപ്പം പഠിച്ചിട്ടുള്ളവർ തിരിച്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പൂർവ്വജന്മത്തിൽ ഇന്ന രീതിയിലൊക്കെ ഞാൻ ജനിച്ചിട്ടുണ്ട്, ഇന്ന രീതിയിലൊക്കെ ഉള്ള കർമ്മങ്ങളാണ് ഞാൻ ചെയ്തിട്ടുള്ളത്, അങ്ങനെ എന്തെങ്കിലും കാഴ്ചകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള അനുഭവങ്ങളൊന്ന് പറയാം. ഞാൻ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ 3A ഒക്കെ പഠിക്കുന്നവർക്ക് ഞാൻ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ പഠിപ്പിക്കാറുണ്ട്. അവർ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അവർ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവരെന്നെ തന്നെയാണ് പലപ്പോഴും ഉപയോഗിക്കുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ പല ജന്മങ്ങൾ, ഞാൻ ഒരു ജന്മത്തിലൊരു ഹൗസ് മെയ്ഡായിരുന്നു. എവിടെ? ഇന്ത്യ തന്നെയാണോ? ഇന്ത്യയിൽ തന്നെയാണ്. ഞാൻ ഇന്ത്യക്ക് പുറത്തെങ്ങും ഞാൻ ഒരു സമയത്ത് മാത്രം ശ്രീലങ്കയിലുണ്ടായിരുന്നു സമയത്ത്. പിന്നീട് നോർത്ത് ഇന്ത്യയിൽ ഒരു തന്ത്രിയായിരുന്നു. അധികവും പുരുഷനായിരുന്നു. ഒന്ന് മാത്രമേ ഈ ഹൗസ് മെയ്ഡായിട്ട് കണ്ടിട്ടുള്ളൂ, ലേഡി. അങ്ങനെ ഇതുവരെ ഉണ്ടായിരുന്നിരിക്കാം, ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ പറയുന്നില്ല, ഞാൻ ആരും അങ്ങനെയല്ല. എല്ലാവരും പല ജന്മങ്ങളിലൂടെയൊക്കെയാണ് കടന്നു വരുന്നത്. എത്ര ജന്മം വരെ കണ്ടിട്ടുണ്ട്? ഞാൻ 5-5-ലേറെ കണ്ടിട്ടുണ്ട്. 5-ലേറെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ഒന്ന് ഹൗസ് മെയ്ഡായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഹൗസ് മെയ്ഡുണ്ട്. പിന്നെ ഇങ്ങനെ തന്ത്രിയുണ്ട്. തന്ത്രിയായിരുന്നു. അപ്പം ആരെയായിരുന്നു അന്ന് ആരാധിച്ചിരുന്നത്? തന്ത്രിയല്ല, അത് ഒരു എന്തോ ഒരു ബ്ലാക്ക് മാജിക് ടൈപ്പിലൊക്കെ ആയിരുന്നു. അതിനകത്ത് വേറെ മൂർത്തികളൊന്നും അല്ല. മൂർത്തികളുണ്ടായിരിക്കാം, അതൊക്കെ അത്ര നല്ലതൊന്നും ആയിരുന്നില്ല. പിന്നെ അത് ആളുകൾ കൊന്നുകളഞ്ഞാണ് എന്നെ. അങ്ങനെയൊക്കെ അവർക്ക് സഹിക്കാൻ വയ്യ വന്നപ്പോഴത്തേക്ക് കൊന്ന. അപ്പൊ അതിന്റെയൊക്കെ ഒരു ഫലമായിരിക്കും ഈ ജന്മത്തിലെ പുണ്യം ചെയ്ത്. അതുപോലെ തന്നെ ഒരു ജന്മത്തിൽ നല്ലൊരു യോഗി ടൈപ്പൊക്കെ ആയിരുന്നു. ഈ സമാധി സമയത്ത് ചില ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ കടന്നു വരികയും അതുമൂലം തിരിച്ചു വരേണ്ടി വന്ന ഒരവസ്ഥ, അത് ഇന്ത്യയിൽ തന്നെയാണ്. ഇവിടെ നല്ല ചെറുപ്പക്കാരൻ കറുത്ത താടിയൊക്കെ വെച്ച് വെള്ള ഡ്രസ്സൊക്കെ ധരിച്ച് ആ സമയത്താണ് എൻ്റെ സമാധി നടക്കുന്നത്. പക്ഷേ ആ സമയത്ത് ചില പ്രത്യേക ആഗ്രഹങ്ങൾ വന്നുകൊണ്ട് തിരിച്ചു വരേണ്ടി വന്നതാണ്. അപ്പോൾ ഇനിയും ഒരുപാട് ജന്മങ്ങൾ ഉണ്ടാവും, അങ്ങനെ നോക്കിയിട്ടുണ്ടോ? ഉണ്ടാകരുത് എന്നാണ് ആഗ്രഹം. തിരിച്ച് സമാധി ആകണമെന്നാണ് ആഗ്രഹം. അതിനെന്തെങ്കിലും സമാധിക്ക് നോക്കിയിട്ടുണ്ടോ? ഇനിയൊരു ജന്മം അടുത്ത് എന്തായിരിക്കും ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ടുണ്ടോ? എനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ നോക്കുന്നില്ല. മാത്രമല്ല ഫ്യൂച്ചർ ഒരിക്കലും ലാസ്റ്റ് അല്ല. ഫ്യൂച്ചർ ഒരിക്കലും അതാണ് ശരിയെന്ന് നമുക്ക് പറയാനൊക്കില്ല. ഡെഫിനറ്റ് അല്ല. പാസ്റ്റ് ഇപ്പം തന്നെ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ ഊണാണോ ബിരിയാണിയാണോ അല്ലെങ്കിൽ ചപ്പാത്തിയാണോ കഴിക്കുന്നത് എന്നുള്ള പോലും എനിക്ക് പോലും അറിഞ്ഞൂടാ. പക്ഷേ ഇന്ന് രാവിലെ ഞാൻ ഇന്നതാണ് കഴിച്ചതെന്നുള്ളതിനകത്ത് മാറ്റം വരുത്താനൊക്കില്ല, ഇല്ലേ? അപ്പം അത് തന്നെയാണ് ലൈഫിൽ. ഇപ്പോൾ ഇത് എപ്പോഴും നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് ഡോക്ടർ ആകണമെന്നായിരിക്കും ആഗ്രഹം, അല്ലെങ്കിൽ പൈലറ്റ് ആകണമെന്നായിരിക്കും ആഗ്രഹം. പക്ഷേ ഇത് ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ ആഗ്രഹം മാറില്ലേ? അപ്പോൾ അതിനനുസരിച്ച് ആഗ്രഹങ്ങൾക്കനുസരിച്ചാണല്ലോ നമുക്ക് ജന്മം കിട്ടുന്നത്. അപ്പോൾ അനുസരിച്ച് അടുത്ത ജന്മത്തിൽ അതിനനുസരിച്ചുള്ള ജന്മമായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഈ ആഗ്രഹം മാറും. ആഗ്രഹത്തിന് ഒരു സ്ഥിരതയും. പക്ഷേ ഈ ചിലപ്പോഴുണ്ടല്ലോ, അത് നമ്മൾ വയസ്സായി മരിക്കുമ്പോഴാണ് ഈ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചേക്കാം അങ്ങനെ മരിക്കും. ചിലപ്പോൾ പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ, അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന മരണങ്ങൾ, അപകട മരണമായിരിക്കാം, പെട്ടെന്ന് എന്തെങ്കിലും ആകസ്മികമായിട്ട് എന്തെങ്കിലും സംഭവിച്ചായിരിക്കും. അപ്പം എന്തെങ്കിലും ആഗ്രഹിക്കുകയോ ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ ചിലപ്പം മരിച്ചു പോകുന്ന വ്യക്തികളുണ്ടാവും. അവർക്ക് ഇനി എന്താവും. അപ്പം അങ്ങനെയുള്ള അവസ്ഥയിൽ അവരുടെ ആത്മാവിൻ്റെ ആ ഒരു എന്തായിരിക്കും അവരുടെ ആ ഒരു മുന്നോട്ടുള്ള ആ ഒരു അങ്ങനെ ആക്സിഡൻറ്റുകളൊക്കെ മരിച്ചിട്ടുള്ള ഒരു ആക്സിഡൻറ്റുകളുടെ അടയാളത്തോടു കൂടി തന്നെ ജനിക്കാറുണ്ട്. ഞാൻ മുമ്പൊക്കെ പറഞ്ഞു, പൊള്ളലേറ്റ് മരിച്ച ഒരു സ്ത്രീയുടെ കാലിൽ ഒരു ഓസ്ട്രേലിയൻ ലേഡിയായിരുന്നു.
പൊള്ളലേറ്റ പൊള്ളലേറ്റ പാട് അവളുടെ കാലുകളിൽ ഉണ്ട്. അത് നമ്മൾ പറഞ്ഞു കൊടുക്കണം, ഇതിപ്പോൾ മുൻജന്മത്തിൽ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഇത് സജഷൻസ് കൊടുത്ത് പുറകോട്ട് കൊണ്ടുപോകുമ്പോൾ ആ കുട്ടിയാണത് കാണുന്നത്. 25 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ അന്ന്. എങ്ങനെയാണ് മരിച്ചതെന്ന് അങ്ങനെ പോയി. ഏറ്റവും കൂടുതൽ എങ്ങനെ മരിച്ചിങ്ങനെ പൊള്ളലേറ്റാണ്. അങ്ങനെയുള്ള ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. അമ്പ് കൊണ്ട് മരിച്ചിട്ടുള്ളവരുടെ ദേഹത്ത് അടയാളങ്ങൾ ഉണ്ടാവുക. മറുക അങ്ങനെയുള്ള ഈ ബർത്ത് മാർക്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഇവിടെ ഒരു 3 വയസ്സുള്ള ഒരു കുട്ടിയുടെ ഡെക്കാൻ ക്രോണിക്കലിൽ വന്ന ന്യൂസ്, 3-year-old ബോയ് ഐഡൻറ്റിഫൈഡ് ഹിസ് മർഡറർ എന്ന് പറയുന്ന ആ സംഭവം. തലയിൽ മഴ കൊണ്ട് വെട്ടിയ അടയാളത്തോടു കൂടിയാണ് ആ കുഞ്ഞ് ജനിക്കുന്നത്. പിന്നീട് അത് ഗോലാൻ ഹൈറ്റ്സിലാണ് അത് സംഭവിക്കുന്നത്. ഒരു ഡ്രൂസ് എന്ന് പറയുന്ന വിഭാഗമാണ്, ഒരു മുസ്ലിം മൈനോറിറ്റിയാണ് ഡ്രൂസ്. അവരത് കണ്ടെത്തിയിരുന്നു. അപ്പോൾ അതുപോലെ അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഈ പാസ്റ്റ് ലൈഫ്, റീബർത്ത് ഒക്കെ ഒരു വലിയൊരു റിയാലിറ്റി ആയിട്ട് നമ്മുടെ മുന്നിൽ. പിന്നെ വീസിൻ്റെ ബുക്ക് നിൽക്കുകയില്ലേ, വീസ് കാതറൈൻ്റെ എത്രയോ ജന്മങ്ങൾ കാണിച്ചു കൊടുത്തു. അപ്പം ഇത്ര ജന്മം എടുക്കണം അല്ലെങ്കിൽ ഇത്ര ജന്മം ഉണ്ടാവും. അപ്പം ഓരോരുത്തർക്കും ഓരോ രീതിയിലല്ലേ, അല്ല എല്ലാ മനുഷ്യർക്കും ഇത്ര തന്നെ ജന്മം എടുക്കണം അങ്ങനെയൊന്നും ഇല്ലല്ലോ. ചിലർ കുറച്ച് ജന്മങ്ങൾ എടുക്കുള്ളൂ, ചിലർ ഒരുപാട് ജന്മങ്ങൾ എടുക്കും. അങ്ങനെയൊന്നും പറയാൻ നോക്കില്ല. ഇത് ഈ കുറച്ചെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇതൊക്കെ ന്യൂമറസ് ആണ്. അയാൾ എത്ര കാലം അമീബയായിട്ട് ജീവിച്ചത് നമുക്കറിയാമോ? അറിയില്ല. എത്ര നാൾ ബാക്ടീരിയ വൈറസ് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും. സോൾ എല്ലായിടത്തും ഉണ്ട്. ഒരു അമീബയിലും ഒരു സോൾ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ എന്തെങ്കിലും നമ്മുടെ ഈശ്വരനിലേക്ക്, നമ്മുടെ ഒരു പരമാത്മാവിലേക്ക് നമ്മുടെ ആത്മാവ് ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ജന്മം, പിന്നെ എന്തെങ്കിലും ഒരു യുഗത്തിലായിരിക്കുമോ, അതോ ഇനി അങ്ങനെ ഉണ്ടാവുമോ, അതോ നിത്യേന അതില്ലാതായി? നമ്മുടെ വേദങ്ങളൊക്കെ പറയുന്നത് അങ്ങനെയാണ്. പ്രത്യേകിച്ചും ഭാരതീയ ചിന്തകളിലൊക്കെ പറയുന്നത് നമ്മളങ്ങനെ എല്ലാം വെടിഞ്ഞ് ആ റിനൗൺസിയേഷനൊക്കെ നടത്തി നമ്മളങ്ങനെ എല്ലാ ആഗ്രഹങ്ങളിൽ നിന്നും വെടിഞ്ഞ് സോൾ അങ്ങ് പോയി കഴിഞ്ഞാൽ അത് പരമാത്മാവിൽ ലയിക്കും എന്നുള്ളതാണ്. പിന്നെ അതാണ് എറ്റേണലായിട്ടുള്ള അവസ്ഥ എന്നും. പക്ഷെ അവിടെ സോള് ലയിക്കുമ്പോൾ അതിന് അസ്തിത്വമുണ്ട്. ശാശ്വതമായ സന്തോഷത്തിലാണ് ആ സോള് നിൽക്കുന്നത്. അതാണ് ഇത് അശാശ്വതമാണ് നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം. ഒരു രൂപമൊന്നും വേണ്ടെങ്കിലും അതിന് ഒരു കോൺഷ്യസ്നെസ് ഉണ്ട്. ആ കോൺഷ്യസ്നെസ് അവിടെ നിലനിൽക്കും. ലയിച്ച് ചേരുക എന്ന് പറയുമ്പോൾ വെള്ളം, ഇപ്പോൾ ഈ ഗ്ലാസ്സിലിരിക്കുന്ന വെള്ളത്തിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുമ്പോൾ അതുകൊണ്ട് ലയിക്കുന്ന പോലെ അല്ല. അതവിടെ ചെല്ലുമ്പോഴും അതവിടെ ഒന്നായി നിൽക്കുമ്പോഴും അത് അതിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുകയാണ് ചെയ്യുന്നത്. പരമാത്മാവിനോട് ചേർന്ന് നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴും അതിൻ്റെതായ അസ്തിത്വം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു സെല്ല് പോലെ, ഒരു ചെറിയൊരു സെല്ല് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അതാണ് എല്ലാ മനുഷ്യൻ്റെ ആഗ്രഹവും, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ അവസാനത്തെ ആഗ്രഹം എന്ന് പറയുന്നതാണ് അൾട്ടിമേറ്റ് എയിം. ഇവിടുന്ന് ഭാരതത്തിൽ ഇതിനാണല്ലോ ഏറ്റവും കൂടുതൽ ഇപ്പം. അതുകൊണ്ടാണല്ലോ മറ്റു രീതിയിലൊക്കെ നമ്മൾ പുറകോട്ട് പോയത്. ഇതിന് വലിയ പ്രാധാന്യം കൊടുത്തു. ഈ ഭൂമിയിലെ ജീവിതത്തിന് വലിയ പ്രാധാന്യമൊന്നുമില്ലെന്നും ഇനിയൊരു ഇടം ഉണ്ടെന്നും അതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടതെന്നും അങ്ങനെ വന്നപ്പോഴത്തേക്ക് ബൗദ്ധിക തലത്തിലൊക്കെ നിന്നിരുന്ന പലരും യോഗി, മുനി, മഹർഷി ഇങ്ങനെയൊക്കെയുള്ള രംഗങ്ങളിലേക്ക് പോയി. അവരാരും ഇങ്ങോട്ട് ആ ബുദ്ധി തന്നെ വേറെ രീതിയിലേക്ക് തിരിച്ചു വിട്ടണമെന്നുണ്ടെങ്കിൽ ലോകത്തിൻ്റെ ഗതി മാറുമായിരുന്നു ഭൗതിക തലത്തിൽ. അവരതല്ല ചിന്തിച്ച് അവരങ്ങോട്ട് പോകാനാണ് ആഗ്രഹിച്ചത്. അതിപ്പോൾ ഏത് മതത്തിലാണെങ്കിലും അവസാനത്തെ ലക്ഷ്യം ഇത് തന്നെയല്ലേ. ഇപ്പം നമ്മൾ ചിലപ്പോൾ പറയും നമുക്ക് ഏക ദൈവം എന്നുള്ള കൺസെപ്റ്റിലുള്ളവരുണ്ട്, അല്ലെങ്കിൽ പല രീതിയിൽ ചിന്തിക്കുന്ന പല പല മതവിഭാഗക്കാരുണ്ട്. പക്ഷേ ഏത് മതവിഭാഗമാണെങ്കിലും അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് ഈ ഒരൊറ്റ കാര്യം മാത്രമല്ല, അങ്ങോട്ട് പോവുക, അവിടെ പോയി ലയിച്ച് അവിടെ കഴിയുക, എന്ന് മാത്രമേ ഉള്ളൂ. അത് ഏത് രീതി വിശ്വസിച്ചാലും അതാണ് സത്യം. എല്ലാവരുടെയും അൾട്ടിമേറ്റ് എയിം അത് എയിം എന്ന് പറയും. നമ്മൾ അതിന് വേണ്ടിയാണ് നമ്മൾ കൂടുതൽ നോളജ് അല്ലെങ്കിൽ നമ്മുടെ അറിവ് എന്ന് പറയുന്നത്. അറിവ് നേടിക്കഴിഞ്ഞാൽ പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് പോകാമെന്നുള്ളതാണ്. പക്ഷെ എല്ലാവരും കാരണം അവിടെ പോകുന്നത് നമ്മുടെ കോൺഷ്യസ്നെസ് ആണ് പോകുന്നത്. നമ്മുടെ സോളിൻ്റെ കൂടെ നമ്മുടെ കോൺഷ്യസ്നെസ് ആണ്. അപ്പം നമ്മൾ ഇങ്ങനെ പാസ്റ്റ് ലൈഫ് നോക്കുമ്പോൾ ഇപ്പം ചിലപ്പോൾ സാറ് പറഞ്ഞു എനിക്ക് ഒരു ജന്മത്തിൽ വളരെ നെഗറ്റീവായിട്ടുള്ളൊരു ജന്മമായിരുന്നു, അല്ലെങ്കിൽ മോശമായ കർമ്മങ്ങൾ ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു. വേറെ ചില ജന്മങ്ങളിൽ യോഗിയായിട്ട് അല്ലെങ്കിൽ നല്ല കർമ്മങ്ങളോട് ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ഇതെല്ലാം നല്ലതും മോശമായിട്ടുള്ളതും എല്ലാം മറിഞ്ഞുമാണ് നമ്മൾ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്, അതല്ലേ? അപ്പം അത് എല്ലാം അനുഭവിച്ച് തന്നെ പോകണം എന്നുള്ളതല്ല. എല്ലാവരും നന്മ മാത്രം ചെയ്ത് ജീവിക്കണം അല്ലെങ്കിൽ ദോഷം മാത്രം ചെയ്ത് ജീവിക്കണം എന്നല്ല. ഇതെല്ലാം അനുഭവിച്ച് തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത്. എന്നാലേ നമ്മൾ ആ ഒരു പരമാനന്ദത്തിലേക്ക് ആഗ്രഹങ്ങളാണ്.
നമ്മുടെ ഇതെല്ലാം ആഗ്രഹം സാക്ഷാത്കരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഓരോന്നും ചെയ്യുന്നത്. അപ്പോൾ ഈ നന്മ ചെയ്യാതെ എപ്പോഴും എല്ലാ ജന്മത്തിലും മോശമായ കർമ്മം മാത്രം ചെയ്ത് ജീവിക്കുന്ന വ്യക്തിക്ക് പിന്നെ എന്തായിരിക്കും പരിണാമം? ഇല്ല, പറയാനൊക്കെ ഇല്ല, അറിയില്ല. എന്തെങ്കിലും കുറേ കാലം കഴിയുമ്പോഴത്തേക്ക് അയാളുടെ മാറ്റങ്ങളൊക്കെ ഉണ്ടായേക്കാം അല്ലേ? പക്ഷെ കുറെ അനുഭവിച്ചായിരിക്കും. അതെ, അനുഭവിക്കാതെ പോകാൻ പറ്റില്ല. നമ്മുടെ കാലഘട്ടം പറഞ്ഞാൽ ചിലപ്പോൾ കോടാനുകോടി വർഷങ്ങൾക്കപ്പുറമായിരിക്കും അതൊക്കെ സംഭവിക്കുന്നത്. പക്ഷെ ചിലപ്പോൾ പറയും അത്രയും കാലമൊക്കെ ഭൂമി നിലനിൽക്കുമോ, ഇത്രയും കോടാനുകോടി വർഷങ്ങളൊക്കെ നിലനിൽക്കും, ഭൂമി അവസാനിക്കാൻ പോകുന്നു. അവിടെ അത്ര വലിയ ഈ ഭൂമിക്ക് നമ്മൾ ഇത്രയും വലിയ പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമുണ്ടോ? അത്ര ആ ലെവലിൽ ചിന്തിക്കുമ്പോൾ ഇല്ല. ഭൂമി മാത്രമല്ലല്ലോ ഉള്ളത്, മറ്റ് ഗ്രഹങ്ങളെന്ന് പറയുമ്പോൾ ഇവിടെ ഈ ഗാലക്സിയിലുള്ള ഈ സോളാറിനകത്ത് നിൽക്കുന്ന സൗരയൂഥത്തിനകത്ത് നിൽക്കുന്നതിൽ നമുക്കറിയാവുള്ളൂ. അതിനപ്പുറത്ത് എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു, എവിടെയെല്ലാം ഗാലക്സികൾ കിടക്കുന്നു, അങ്ങോട്ടൊന്നും ഒന്നും ഇല്ല എന്നൊക്കെ നമ്മൾ എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത്? നമുക്ക് 5 സെൻസ് ഓർഗൻസ് ഉപയോഗിച്ച് കാണാവുന്ന മനസ്സിലാക്കാവുന്ന കാര്യങ്ങളല്ലേ നമ്മൾ കൊണ്ടുവന്ന് പറയുള്ളൂ. ഈ 6 ഉണ്ടെങ്കിലോ 7 ഉണ്ടെങ്കിലോ അതുപോലെ തന്നെ എല്ലാത്തിനും ത്രിമാനമായിരിക്കണം ഇല്ലേ? നീളവും വീതിയും പൊക്കവും വേണം. ഇങ്ങനെയുള്ള നമ്മളൊരു ഓബ്ജക്റ്റ് എന്ന് പറയുള്ളൂ. ഇത് 4 അത് എങ്ങനെ ഇരിക്കുമെന്ന് ചിന്തിക്കാനുള്ള ബ്രെയിൻ ഉണ്ടോ ഇവിടെ? എന്തുകൊണ്ടാണ് ഇതിൻ്റെ വലിപ്പം കൊണ്ടോ? ഇത് അത്രയും ചെറുതാണ് ഈ സാധനം. നമ്മുടെ പരിമിതിയാണ്. ഇപ്പോൾ ഒരു 4 ഡയമെൻഷൻ, ഒരു 5 ഡയമെൻഷൻ ഒന്ന് വിഭാവന ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. കുറേ കഴിയുമ്പോൾ തലവേനെടുക്കും. അതെ അതെ. അപ്പോൾ നമ്മൾ ഈ പാസ്റ്റ് ലൈഫ് നോക്കുമ്പോൾ ഇപ്പം ഈ മുൻജന്മങ്ങളിൽ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ആത്മീയമായി ചിന്തിച്ചത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ആത്മീയമായിട്ട് എന്തെങ്കിലും പ്രവർത്തിച്ച വ്യക്തി തന്നെ ആയിരിക്കണം ഈ ജന്മത്തിൽ ആത്മീയമായി എന്നും പറയാനും പറ്റില്ല. അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അത് ഈ മുൻജന്മ വാസനകളെന്ന് പറയുന്നത് അതൊരു സത്യമാണ്. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, ചില കുട്ടികളൊക്കെ കമ്പ്യൂട്ടറിൽ ജനിക്കുമ്പോഴേ അവർ അതിനകത്ത് അത്ഭുതങ്ങൾ കാണിക്കുന്നു. പിന്നെ നമുക്കിവിടെ എറണാകുളത്തൊരു കുട്ടിയുണ്ടായാലും ക്ലിൻറ്റ് 8 വയസ്സ് വരെ 20,000 ചിത്രങ്ങൾ വരച്ചിട്ടാണ് പുള്ളി പോയത്. അപ്പം അങ്ങനെയൊക്കെയുള്ള ചില സംഭവങ്ങൾ നമ്മുടെ മുന്നിൽ. ഇതെങ്ങനെ ഉണ്ടായി? ആ ക്ലിൻറ്റ് എങ്ങനെ ഉണ്ടായി? എന്തിനേറെ നമ്മുടെ ദാസേട്ടൻ എങ്ങനെ ഉണ്ടായി? ഒരു ജന്മത്തിൻ്റെ എഫർട്ടാണോ ഇത്രയും കാലം അദ്ദേഹം എത്രയോ ജന്മങ്ങളിലൂടെ ആർജിച്ച് വന്നതായിരിക്കാം ഒരു ദാസേട്ടൻ. നമ്മുടെ മഹാനടന്മാരായ മമ്മൂട്ടി, മോഹൻലാലും ഒക്കെ അങ്ങനെ ആയിരിക്കില്ലേ? അവരോട് ചോദിക്കുകയാണ് ഇതെങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചാൽ അവർക്ക് പോലും അറിയില്ല. അതിൻ്റെ പിറകിൽ അവിടെ നിന്ന് വന്ന അതിൻ്റെ അപ്പുറത്തുണ്ട്. ഈ പ്രതിഭകളെന്ന് പറയുന്നത് ജന്മസിദ്ധമാണ്. ഈ ജന്മസിദ്ധം എന്നുള്ളത് നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്തു? മുൻജന്മങ്ങളിൽ ആർജിച്ചവ. അത് വേറെ ബോഡി എടുത്ത് ഇവിടെ വന്നു. അപ്പോൾ വേറെ ഏതെങ്കിലും തരത്തിൽ അവരുടെ പ്രതിഭയായിരുന്നിരിക്കാം. ചിലപ്പോൾ ചിത്രമെഴുത്തുകാരനായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഗായകനായിരുന്നിരിക്കാം. ഇത് ഏതെങ്കിലും ഒരാൾ ഇപ്പുറത്ത് വരുമ്പോഴത്തേക്ക് ആ എനർജി തന്നെയാണ് വേറെ രൂപമായിട്ട് ഇവിടെ വരുന്നത്. ഇവിടെ വന്ന് ചിലപ്പോൾ ഡാൻസിലായിരിക്കും നമുക്ക് കാണിക്കുന്നത്. അപ്പം അതുപോലെ തന്നെ ആയിരിക്കില്ലേ ഇപ്പം ദൈവങ്ങളുടെ അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈശ്വരന്മാരുടെ കാര്യം നോക്കിയാൽ പോലും നമ്മുടെ ഇടയിൽ തന്നെ കൃഷ്ണനും രാമനും അല്ലെ യേശു ക്രിസ്തു ഒക്കെ ജീവിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? ഇപ്പോഴും അവരൊക്കെ സമാധിയായി കാണാം, അതല്ലെങ്കിൽ നമ്മുടെ ഇടയിൽ ഇപ്പം മനുഷ്യരായിട്ട് ജീവിക്കുന്നുണ്ടാവും. അവരുടേതായ ഒരു രൂപം അവർക്കുണ്ട്, അവരുടേതായ അസ്തിത്വം അവർക്കുണ്ടാവും. അല്ല, അവരും അങ്ങനെ വീണ്ടും കാര്യം അവരെ നമ്മളെല്ലാവരും ആരാധിക്കുന്നു, വിളിക്കുന്നു. അപ്പോൾ അവരിൽ നിന്നുള്ള ഊർജം വരുന്നു. ഇപ്പോൾ മക്കയിലും ഇവിടെ ശബരിമലയിലും ഓരോ വർഷവും കോടാനുകൂടി ആൾക്കാർ തീർത്ഥാടനത്തിന് പോകുന്നു. അപ്പോൾ ഈ ആൾക്കാരുടെ ആ ഒരു വിളി, അതിൽ നിന്ന് വരുന്ന തിരിച്ച് അതിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന എനർജി എല്ലാം ഓറയാണ്, എനർജിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഇരിക്കുന്ന എല്ലാം വെറും വിഗ്രഹങ്ങളാണ്. മെറ്റലാണെങ്കിൽ മെറ്റൽ, അല്ലെങ്കിൽ ചില ആൾക്കാരൊക്കെ ഈ അമാനുഷികമായ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതെങ്ങനെ ആ വ്യക്തിക്ക് സാധിക്കുന്നു വെച്ചാൽ നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളൊക്കെ. ഇപ്പോൾ എലോൺ മസ്ക് ആയ പോലും അല്ലെങ്കിൽ വേറെ ചില വ്യക്തികളാണെങ്കിൽ പോലും ഞാൻ പറയുന്നത് എലോൺ മസ്ക് സാധാരണ മനുഷ്യനാണ് അല്ലേ, എവിടെന്നോ തുടങ്ങിയതാണിത്. ഇപ്പം ഈ ജന്മത്തിൽ അത് എലോൺ മസ്കാണ്. അദ്ദേഹം ഇങ്ങനെ ഇത്രയും വലിയ ലെവലിൽ എത്തുന്നു, ഇനിയും പോകും. അങ്ങനെ എത്രയോ പേരുണ്ട് നമ്മൾ ഈ ലോകം നിയന്ത്രിക്കുന്ന, ലോകത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്ന നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ. ഐൻസ്റ്റീനെയും
സർ ഐസക് ന്യൂട്ടനെയൊക്കെ പോലുള്ള ആൾക്കാർ. അതുപോലെ എല്ലാ ചെറുപ്പക്കാർക്കും അല്ലെങ്കിൽ നമ്മളെല്ലാവർക്കും അറിയാൻ താല്പര്യമുള്ള കാര്യമാണ് നമ്മുടെ സോൾമേറ്റ് അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം എന്നൊക്കെ പറയും. അപ്പം അങ്ങനെ ഭാര്യ ഭർത്താക്കന്മാരെ സാർ അങ്ങനെ നോക്കിയിട്ട് കണ്ടിട്ടുണ്ടോ? ട്വിൻ ഫ്ലെയിം ഒരു ഫാമിലി ഞാൻ കണ്ടിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ ഒറ്റ ഫാമിലിയാണ് എനിക്ക് ശരിക്കും ഒരു ട്വിൻ ഫ്ലെയിം ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കണ്ടു കഴിഞ്ഞാൽ അവർ രണ്ടുപേരും ഒരു വീട്ടിൽ ഒരു അമ്മയും അച്ഛൻ്റെയും മക്കളെ പോലെ ഇരിക്കും. അവരെ കണ്ടു കഴിഞ്ഞാൽ ഒരു സിബ്ലിങ് ആ കാഴ്ചയിൽ അങ്ങനെ അവർ വ്യത്യസ്ത ജാതികളിലുള്ളവർ കൂടിയാണ്. എന്നിട്ട് പോലും അവർക്ക് തന്നെ അത്ഭുതമാണ് അവരെങ്ങനെ ഇത്രയും ഒരു വലിയൊരു മാച്ചിങ് ആയി എന്നുള്ളത്. അവരെ വീട്ടുകാരെ കണ്ടുപിടിച്ചാൽ അവരിങ്ങനെ പരിചയപ്പെട്ട് കെട്ടിയതാണ്. അതുകൊണ്ടല്ലേ വ്യത്യസ്ത ജാതിയാണ്. അങ്ങനെ അവരൊരുമിച്ച് ഒരു കല്യാണം കഴിച്ച് ഒരു സുഖമായിട്ട് ജീവിക്കും, വളരെ ഹാപ്പിയായിട്ട് ജീവിക്കും. രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കി ജീവിക്കുന്നവരാണ്. സോൾമേറ്റ് എന്ന് പറയുന്നത് അത് തന്നെയല്ലേ? അതെ, ഈ സോൾമേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അവർ അങ്ങനെ കണ്ടെത്താൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ തമ്മിൽ വലിയ ടെൻഷനൊന്നും വരില്ല അവർക്ക്. കാരണം സബ് കോൺഷ്യസ് മൈൻഡിൽ അവർക്ക് അറിയാം. അല്ല, അങ്ങനെ ചിലയിടത്ത് കേട്ടിട്ടുണ്ട് നമ്മൾ സോൾമേറ്റിനെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അത് നന്നായി പോകില്ല, അവരോടൊത്ത് പോകാൻ പറ്റില്ലെന്ന് കേട്ടിട്ടുണ്ട്, തിരിച്ചും കേട്ടിട്ടുണ്ട്. അതിൽ ഏതാ സത്യം എന്നറിയില്ല. സത്യം എനിക്ക് തോന്നുന്നു പരസ്പരം കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. കൂടുതൽ അവർക്ക് യോജിച്ച് പോകാനാണ്. വൈഫിനെ അങ്ങനെ കണ്ടിട്ടുള്ളൂ, ഇത്രയും കാലത്തിനിടയിൽ ഒരാളെ കണ്ടുള്ളൂ, ബാക്കിയൊന്നും അങ്ങനെയല്ല. ചിലപ്പോൾ അവരും ഒക്കെ ഇത് ഈ പ്രോഗ്രാം കാണുമായിരിക്കും, അതുകൊണ്ട് ഞാൻ അവരെ കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷെ സോൾമേറ്റ് അല്ലാതെ ഉള്ളവരും നന്നായിട്ട് ജീവിച്ചു പോകുന്നവരില്ലേ? നമ്മളുടെ അങ്ങ് ജീവിച്ചു പോകുന്നുണ്ട്. പക്ഷെ അവർ തമ്മിൽ മനസ്സുകൊണ്ട് ചേർന്നും ഒക്കെ നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നവരുണ്ട്. ആർക്കും വേറൊരാൾ അയാളുടേതായ രീതിയിൽ കോപ്പി ചെയ്യാനൊക്കെ ഇല്ല. ഈ സോൾമേറ്റ് എന്ന് പറയുമ്പോൾ ഒന്ന് ആണോ ഒന്ന് പെണ്ണ് തന്നെ ആവണമെന്നുണ്ടോ? ഇപ്പോഴത്തെ സ്ഥിതികൾ കണ്ടില്ലേ? ഇപ്പം മറ്റേ ഈ ഒരു എന്താണ് പറയുന്നത്, ഈ ഹോമോസെക്ഷുവാലിറ്റിയൊക്കെ ഇപ്പം നമ്മൾ അംഗീകരിച്ചു വരികയല്ലേ. അപ്പം അതിനകത്തൊക്കെ ഇതൊക്കെ ആയിരിക്കും ഇതിൻ്റെയൊക്കെ പിറകിലുള്ളത്. ഈ ആകർഷണമൊക്കെ ഉണ്ടാകുന്നതിൻ്റെ പിറകിൽ അതായിരിക്കാം. അങ്ങനെയാവാം അല്ലേ? അല്ലാതെ ഒരാണും ഒരു പെണ്ണും ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. കൂട്ടുകാരാവാം, അല്ലെങ്കിൽ ബന്ധുക്കളോ, അല്ലെങ്കിൽ ചിലപ്പോൾ സിബ്ലിങ്സ് തന്നെ സോൾമേറ്റ്സ് ആയിട്ട് വരുന്നവരുണ്ടാവും അല്ലേ? സഹോദരനും സഹോദരിയും, നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഒന്നും പറയാനൊക്കെ നമ്മുടെ കയ്യിൽ അതെങ്ങനെയാ നോക്കുന്നത്? എങ്ങനെയാ സാർ? അങ്ങനെയല്ല, അത് ചില അനുഭവം, ചില ഫീലിങ്സ് കിട്ടുന്നതാണ്. അത് ഇൻഡ്യൂഷൻസ് പോലെ കിട്ടുന്നതാണ്. അങ്ങനെയാണ് അവരെ തിരിച്ചറിഞ്ഞത്. അങ്ങനെയാണ് ഇവരെ തിരിച്ചറിയുന്നത്. പിന്നെ അപ്പോൾ ഇവർ എന്ത് കാര്യത്തിന് വേണ്ടിയാണ് സാറിനെ സമീപിച്ചത്? അവരുടേതായ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതിൽ ഒരാളിന് ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അങ്ങനെ അത് വേണ്ടിയിട്ട് എൻ്റെ അടുക്കൽ വന്നതാണ്. അപ്പോഴാണ് ഞാൻ നോക്കിയപ്പോൾ ഒരു ടിൻ ഫ്ലെയിം ഫീലിംഗ് എനിക്കുണ്ടായി. ഞാൻ ചോദിച്ചപ്പോൾ അത് അവർക്ക് തന്നെ തോന്നിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ ട്വിൻ ഫ്ലെയിംസ് ആയിട്ടല്ലേ സോൾമേറ്റ് ആയിട്ട് വരുന്നവർ, അവരൊക്കെ പല ജന്മത്തിൽ നേരത്തെ ഭാര്യ ഭർത്താവായിട്ട് ജീവിച്ചൊക്കെ വന്നവർ തന്നെ ആയിരിക്കും ഇത്? ഭാര്യയും ഭർത്താവും ആയിരുന്നിരിക്കാം, അച്ഛനും മകളുമായിരുന്നിരിക്കാം, അമ്മയും മകനുമായിരുന്നിരിക്കാം, ഒന്നും പറയാൻ നിൽക്കില്ല. സോളിന് അങ്ങനെയൊന്നും വേർതിരിവുകളൊന്നും ഇല്ല. പിന്നെ നമ്മൾ നേരത്തെ പലപ്പോഴും സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ആത്മാവാണ് തീരുമാനിക്കുക നമ്മുടെ അച്ഛനും അമ്മയും ആരായിരിക്കണം തിരഞ്ഞെടുത്ത് നമ്മൾ വരുന്നു എന്നൊക്കെ അതിനകത്ത് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയുന്നത് തന്നെയാണ്. അത് കൃഷ്ണൻ പറയുന്നത് ആരൊക്കെ എവിടെയൊക്കെ ജനിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് അർജുന എന്ന് പറയുന്നുണ്ട് ഇല്ലേ. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അത് ഇവിടെ അല്ല, ദൈവഹിതമാണ്. കൃഷ്ണൻ എന്നവിടെ പറയാം, അവിടെ പരമാത്മാവ് പേരെ ഇട്ട് വിളിച്ചാലും യഹോവയെന്നോ അള്ളാഹുവെന്നോ വിഷ്ണുവെന്നോ ഒക്കെ വിളിച്ചാലും അവിടെ നിന്ന് വരുന്ന ആ സംഗതി ഇത് എവിടെയൊക്കെ പോകണമെന്ന് തീരുമാനിക്കുന്നത് അവിടെ നിന്നാണ്. അവിടെയാണ് ആ സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു ജീവാത്മാവും പരമാത്മാവുമായി യോജിക്കുന്ന ഒരവസ്ഥയുണ്ട്. ആ സമയത്താണ് ഇതിനെ ഡൗൺലോഡ് ചെയ്യുന്നത്. ആ സമയത്താണ് ഈ സോളനകത്തേക്ക് പ്രവേശിക്കുന്നത്. അതിൽ നമുക്ക് ചില ആരാധനാമൂർത്തികളോട് ഒരു പ്രത്യേക ഇഷ്ടം. ചിലപ്പോൾ ചിലർക്ക് കൃഷ്ണനായിരിക്കും കൂടുതൽ ഇഷ്ടം, ചിലർക്ക് ശിവ ഭഗവാനെ ആയിരിക്കും, ചിലർക്ക് ക്രിസ്തുവിനെ ആയിരിക്കും, ചിലർക്ക് ഗണപതിയായിരിക്കും. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ടല്ലോ. അങ്ങനെ വരുന്നതും ഒക്കെ ഇതിന് മുൻ ജന്മങ്ങളിലൊക്കെ നമുക്ക് ഓരോ വിശ്വാസങ്ങളിൽ നിന്ന് വന്നവയായിരിക്കാം. ഈ ജന്മത്തിലും അങ്ങനെ പ്രത്യേക ഇഷ്ടവും ഇതൊക്കെ പറയുമ്പോഴും ദൈവം ഒന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ പല രൂപത്തിലും പല രൂപത്തിലും ഭാവത്തിലും ഒക്കെ നമ്മൾ ആരാധിക്കുന്നു. നമുക്ക് ഹിന്ദുക്കൾക്ക് 33 കോടി ദൈവങ്ങളുണ്ടെന്നൊക്കെ. അപ്പോൾ സാർ ഒരുപാട് വിദേശീയരെയൊക്കെ ഹീൽ ചെയ്യുകയും അവരെ പഠിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് അവർക്കൊക്കെ ഈ ഒരു സിസ്റ്റത്തോട് അവരുടെ അഭിപ്രായം എന്താണ്? അവർ ഇവിടെ വന്നിട്ട് അവർക്ക് അവിടെ മനസ്സിലാക്കാവുന്നതിൻ്റെ മാക്സിമം അവർ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി അവർക്ക് കുറേ കൂടി
ഒരു ഹയർ പ്ലാറ്റ്ഫോമാണ് അവർക്ക് വേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് അവരിവിടെ വരുന്നത്. അതിനൊന്ന് കുറേ പേര് ബുദ്ധമത തത്വങ്ങൾ പഠിക്കാനും അതിനെക്കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനും പോകുന്നവരുണ്ട്. പിന്നെ ഇവിടെ വന്നിട്ട് യോഗ പോലുള്ള കാര്യങ്ങൾ പഠിക്കുക, ഹിന്ദുയിസം പഠിക്കുക, അതൊക്കെ ഒരു ജീവിതചര്യയാക്കിയിരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അവർ ഹിന്ദുയിസം എന്ന് ഉദ്ദേശിക്കുമ്പോൾ പെട്ടെന്ന് ആദ്യം യോഗ മെഡിറ്റേഷനൊക്കെയാണോ മനസ്സിൽ വരുന്നത്? ആദ്യം അവർക്ക് യോഗ മെഡിറ്റേഷൻ, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ ഈ ചക്ര കോൺസെപ്റ്റ്, പിന്നെ ഇങ്ങനെയുള്ള, പിന്നെ കുറേ പേര് ആയുർവേദത്തിലേക്ക് പോകുന്നവരുണ്ട്. അങ്ങനെ ഒരു ഇതിപ്പോൾ ഇത് പഠിക്കാൻ വേണ്ടി പഠിക്കുന്നതല്ല. അതിനകത്ത് അവർക്ക് ഒരു നേരത്തെ പറഞ്ഞ കണക്ക് ഒരു ജന്മവാസന എവിടെയോ കിടന്നത് അതിങ്ങനെ പുറത്തേക്ക് വരുന്നതായിരിക്കാം. ചിലപ്പോൾ അവർ മുൻപിൽ ഇന്ത്യയിൽ തന്നെ എന്തോ ഉണ്ടായിരുന്നിരിക്കാം. തിരിച്ചിവിടെ വരാനും ഇത് പഠിക്കാനും വന്ന് പഠിക്കാനും ഇവിടെ വന്ന് ഈ ആശ്രമങ്ങളിലൊക്കെ വന്ന് നിൽക്കുന്നവർ, അവിടുത്തെ ജോലികളൊക്കെ ചെയ്യുന്നവർ, അവിടുത്തെ ആ ആശ്രമങ്ങളിലെ മനുഷ്യദൈവങ്ങളെന്ന് നമ്മൾ പറയുന്ന ആൾക്കാരുടെ ശിഷ്യരായിട്ട് അവിടെ നിന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി ജീവിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ സാർ ഇപ്പം നിലവിൽ ക്ലാസ് എടുത്ത് പോകുന്നത് കഴക്കൂട്ടത്താണ്. അതെ. കഴക്കൂട്ടത്ത് ഇപ്പം ഫസ്റ്റ് ലെവൽ, സെക്കൻഡ് ലെവൽ, തേർഡ് ലെവൽ, ഫോർത്ത് ലെവൽ. അല്ല, തേർഡ് ലെവലേ ഉള്ളൂ. തേർഡ് ലെവൽ എയും ബി ആണ്, ഫോർത്ത് ലെവലില്ല. അത്രേ ഉള്ളൂ, 4 എണ്ണമാണ്. തേർഡ് ലെവലിലാണ് മാസ്റ്റർ ടീച്ചർ ആവാനുള്ളത്. അതെ, തേർഡ് ലെവൽ ബിയിലാണ് മാസ്റ്റർ ടീച്ചർ പഠിപ്പിക്കുന്നത്. ഞാൻ എൻ്റെ ക്വാളിഫിക്കേഷൻ അത് തന്നെയാണ്. അത് മാസത്തിൽ എത്ര ക്ലാസ് എടുക്കുന്നുണ്ട്? അങ്ങനെയല്ല, വരുന്നതനുസരിച്ച് ഓൺലൈനിലും എടുക്കും, ഓഫ്ലൈനിലും എടുക്കും. ആണല്ലേ? ഓൺലൈനായാലും സമയം ഉള്ള പോലെ കൊടുക്കും. ഓഫ്ലൈനായിട്ടും എടുക്കുന്നുണ്ടോ? അത് കഴക്കൂട്ടത്ത് വെച്ചാണ് പഠിപ്പിക്കുന്നത്. പിന്നെ അവിടെ വേറെ എന്തൊക്കെ ചെയ്യുന്നത്? ഹീലിംഗ് ചെയ്യുന്നുണ്ട്. അവിടെ ഹീലിംഗ് ഉണ്ട്, ഇതുണ്ട്. മെയിൻലി ഇത് 2 കാര്യങ്ങൾ പഠിപ്പിക്കുക. പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ അപൂർവമായിട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഒരാൾ ഓടി പാസ്റ്റ് ലൈഫ് ആണെന്ന് പറഞ്ഞ് ഞാൻ ഡിസ്കറേജ് ചെയ്യാറുണ്ട്. അത് നടക്കില്ല. കൂടുതലാണ് ചെയ്യുന്നത്. അവരൊരു ട്രാൻസ് ലെവൽ അങ്ങനെ ഉള്ളവർ സഹകരിക്കുന്ന, അങ്ങനെ വരാനും മറ്റും അവർ വരണം, ആവർത്തിച്ച് വരണം. ഇന്ന് ഒരു ദിവസം കണ്ടില്ല എന്നുണ്ടെങ്കിൽ അവർ ഡിസപ്പോയിൻറ്റഡ് ആകരുത്, വീണ്ടും വന്നുകൊണ്ടിരിക്കണം. അങ്ങനെ അതാണ് സഹകരണം എന്ന് പറയുന്നത്. അതിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ അതെ, അതിനുള്ള ഇതെങ്ങാണ്ട് ഇപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ കടയിൽ ഒരു ചായ കുടിക്കുന്ന ആ ഒരു ലാഘവത്തോടുകൂടി പൈസ കൊടുത്താൽ ചായ കിട്ടും. ഇപ്പോൾ ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ, സുനിലിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ പുള്ളി പാസ്റ്റ് ലൈഫ് കാണിച്ചു തരും. അങ്ങനെയും വരണ്ട, ഇവിടെ ഉറപ്പൊന്നുമില്ല, വിളിക്കുമ്പോഴേ പറയും. ചിലർക്ക് ആ ബുദ്ധിമുട്ട് വരുന്നത് എന്താ? നമ്മൾ ഒറ്റ സിറ്റിങ്ങിന് കാണാൻ പറ്റാത്തതിൻ്റെ കാര്യം എന്തായിരിക്കും? അതൊക്കെ പ്രകൃതി ഇതൊക്കെ അടച്ചു വെച്ചിരിക്കുന്നതേ. അറിഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞാലത് പ്രശ്നങ്ങളല്ലേ? ആണോ? അല്ല, നമ്മൾ ഈ അറിയുന്നത് നമുക്ക് എന്തെങ്കിലും ഹീലിംഗ് അല്ല, അറിയുന്നതിലുള്ള പ്രശ്നം. ഞാൻ നടന്നു പോകുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു സുന്ദരി നടന്നു വരുമ്പോൾ അവൾ എൻ്റെ കഴിഞ്ഞ ജന്മത്തെ ഭാര്യയാണെന്ന് പറയുകയും അവളെ ഞാൻ തിരിച്ചറിയുകയും അവളുടെ കൂടെ വരുന്നവൻ എന്നെ വിടുമോ? ഇല്ലേ? അവിടെ ക്ലാഷ് ഉണ്ടാവില്ലേ? പക്ഷെ അങ്ങനെ അറിയാത്ത ഒരാളാണെങ്കിൽ അറിയാൻ പോവുക. അവളുടെ പാട്ടിന് പോട്ടെ, ഞാൻ എൻ്റെ പാട്ടിന് പോട്ടെ. അവളിപ്പോൾ അയാളുടെ ഭാര്യയാണ്, അവരെ വിളിച്ച് ചോദിച്ചോട്ടെ. അവൾ എൻ്റെ ഭാര്യയിലെ വേറെ ആരെങ്കിലുമൊക്കെ ഭാര്യയായിരുന്നിരിക്കും, കുഞ്ഞിന് പാടില്ലേ. അത് ഞാൻ എന്തിനാ തിരക്കാൻ പോണേ? അപ്പോൾ ഇതൊക്കെ മൂടി വെക്കേണ്ടതൊക്കെ മൂടി വെക്കേണ്ട വേണം. അതിന് പ്രകൃതിയുടേതായ നിയമങ്ങളുണ്ട്. അഥവാ ദൈവത്തിൻ്റെതായ റീസൺസ് ഉണ്ട്. അതിനകത്ത് നമ്മൾ കടന്നു പോകേണ്ട കാര്യമൊന്നുമില്ല. അപ്പം ചില അസുഖങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് മാറ്റാൻ പറ്റാത്ത അസുഖങ്ങളുള്ളൂ. അല്ലെങ്കിൽ ഇപ്പം അംഗവൈകല്യം വന്നു, ഇപ്പോൾ കൈയില്ല, കാലില്ല, അത് നമുക്ക് തിരിച്ചു കൊണ്ടുവരാനും പറ്റത്തില്ല. പല കാര്യങ്ങളും ചിലപ്പോൾ കാഴ്ച പോയി, അതൊന്നും ചിലപ്പോൾ തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയ നിർബന്ധമില്ല അല്ലേ? പക്ഷെ ആ ഒരു മാനസികാവസ്ഥ, ഒരു ഇമോഷണൽ ബാലൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. നമ്മൾ ആ സാഹചര്യമായിട്ട് പൊരുത്തപ്പെട്ട് പോകാനുള്ളൊരു മാനസിക ബലം കിട്ടുക. അതുകൊണ്ടും അതിൻ്റെ മാക്സിമം ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള അതാണ് മാനസികമായ പൊരുത്തപ്പെടലെന്ന് പറയുന്നത്. പിന്നെ ചില രൂക്ഷമായ അസുഖങ്ങൾ അതിനെ നിയന്ത്രിച്ച് നിർത്താനും അങ്ങനെയുള്ള കാര്യങ്ങളും പറ്റും. ചിലത് പക്ഷെ പൂർണ്ണമായിട്ട് മാറുകയും ചെയ്യും. ചില അസുഖങ്ങൾ അല്ലേ? ഇപ്പോൾ നമ്മുടെ ഡയബറ്റീസ് തന്നെ, ഇപ്പോൾ ഡയബറ്റീസൊക്കെ പൂർണ്ണമായിട്ട് മാറ്റാമെന്നുണ്ടെങ്കിൽ ഓപ്പറേഷൻ കിട്ടില്ലേ? അതെ. അത് പക്ഷെ പൂർണ്ണമായിട്ട് മാറ്റി കണ്ടിട്ടുണ്ടോ ആർക്കെങ്കിലും? ഇല്ലല്ലേ? അത് കുറച്ച് നിർത്താനേ പറ്റിയിട്ടുള്ളൂ. കുറച്ച് കൊടുക്കാനും കൺട്രോൾ ചെയ്യുക, അത്രയേ ഉള്ളൂ. പിന്നെ വല്ല യോഗ, പിന്നെ ഈ യോഗയും മെഡിറ്റേഷനും എക്സസൈസും ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ കുറേ വ്യത്യാസം അതേ പറ്റുള്ളൂ. അല്ല, പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുന്ന രോഗങ്ങളെന്ന് പറയുന്നത് ചില വേദനകൾ, ആസ്മ പോലുള്ള രോഗങ്ങൾ, പിന്നീട് ഈ വിഷാദം ഏറ്റവും കൂടുതൽ നടന്ന് കളിക്കുന്നത്, ഏറ്റവും കൂടുതൽ ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന മാനസികമായി അമ്മാതിരി കാര്യങ്ങൾ, ഈ മാനസിക പ്രശ്നങ്ങൾ, സൈക്കോസിസ്, ന്യൂറോസിസ്,
ഈ വിഷാദം തുടങ്ങിയ കേസുകളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. സൈക്കിൾ സർജറി വഴിയും പിന്നെ സൈക്കിൾ സർജറി വഴി ചെയ്ത് കൊടുക്കാൻ പറ്റും. ഒക്കെ നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റും. സാറ് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ക്ലാസ്സുകൾ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, ഹീൽ ചെയ്യുന്നുണ്ട്, പല പല പ്രൊസീജിയേഴ്സ് ചെയ്തു പോരുന്നുണ്ട്. അപ്പം നിലവിൽ ഇപ്പോൾ കഴക്കൂട്ടത്താണ് സെൻറ്റർ ഇട്ടേക്കുന്നത്. കേരളത്തിൽ തന്നെ വേറെ ഏതെങ്കിലും ജില്ലകളിൽ പോയിട്ട് അവിടെ ഏതെങ്കിലും സെൻറ്റർ തുടങ്ങാൻ പ്ലാൻ ഉണ്ടോ? എവിടെ വേണമെങ്കിലും ഈ ഭൂമിയുടെ ഏത് ഭാഗത്ത് പോകാൻ എനിക്കിഷ്ടമാണ്. ഒരു ആമ്പിൾ നമ്പർ ഓഫ് സ്റ്റുഡൻസും അല്ലെങ്കിൽ ക്ലയൻസും മറ്റു ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ചിലവൊക്കെ നടന്നു പോകണം. ആ രീതിയിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വരാൻ തയ്യാറാണ്. ഞാനങ്ങനെ പോകുന്നുണ്ട്, പലയിടത്തും പോയിട്ടുണ്ട്, ഇനിയും പോകും. അത് കേരളത്തിന് പുറത്താണെങ്കിലും ഇന്ത്യക്ക് പുറത്താണെങ്കിലും ഒരു കുഴപ്പമില്ല, എവിടെ വേണമെങ്കിലും കുഴപ്പമില്ല. അത് ഇത്ര ആൾക്കാരുണ്ടെങ്കിൽ അതെ, അതിൻ്റെ ആ എക്സ്പെൻസ് ഒക്കെ മീറ്റ് ചെയ്യണം. എൻ്റെ ട്രാവലിംഗ് എക്സ്പെൻസ്, പിന്നെ കേരളത്തിനകത്ത് മിക്കവാറും എവിടെയാണ് ഞാൻ കാറിലായിരിക്കും പോകുന്നത്, അപ്പോൾ അതിൻ്റെ ചിലവ്. പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ മിക്കവാറും ഫ്ലൈറ്റിലായിരിക്കും പോകുന്നത്, അപ്പോൾ അതിൻ്റെ അത്തരം ചിലവുകളൊക്കെ വരില്ലേ. അതൊക്കെ ഒരു 1 ഡേ ക്ലാസ് ആയിട്ടാണ് എടുത്തു പോരുന്നത് അല്ലേ? ഉണ്ടല്ല, അങ്ങനെയൊക്കെ പോകുമ്പോഴത്തെ ലെവൽ 1ഉം ലെവൽ 2ഉം കൂടെ അങ്ങ് ചെയ്യും. അപ്പോൾ അവർക്കും നല്ലത് അതാണ്, ലെവൽ 1ഉം 2ഉം കൂടെ ചെയ്യും. അപ്പോൾ എനിക്കും ഒരു ഇത് പോയിട്ട് ഇങ്ങനെ ഒരു സിഗ്സാഗ് എഫക്റ്റ് വരാമെന്ന് പോയി കുറച്ച് ദിവസം 2 ദിവസം കൂടെ നിന്ന് അത് കഴിഞ്ഞിട്ട് വരിക. ഓക്കെ. അപ്പം നിലവിൽ സാറ് കഴക്കൂട്ടത്ത് തന്നെയാണ് സെൻറ്റർ റൺ ചെയ്യുന്നത്. അപ്പം അവിടെ നേരിട്ട് വന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കണം അല്ലെങ്കിൽ പഠിക്കണം എന്നുള്ളവർക്ക് അവിടെ വിളിച്ചിട്ട് എടുത്തിട്ട് വരാവുന്നതാണ്. സാറ് ചെറിയൻകീഴാണ് താമസിക്കുന്നത്. അപ്പം അവിടെ നിന്ന് വരാനുള്ള ഒരു സമയവും കാര്യങ്ങളും, പിന്നെ അത് എന്നും വരുന്നുണ്ടോ തോന്നില്ല? എന്നും അവിടെ സെൻറ്ററിൽ എല്ലാ ദിവസവും വരില്ല, ആരെങ്കിലും വിളിച്ചാൽ മാത്രമേ വരൂ. പിന്നെ പാസ് റിഗ്രഷൻ ആണ് ചെയ്യണമെന്നുണ്ടെങ്കിലും എന്താണെങ്കിലും വിളിച്ച് പറഞ്ഞിട്ട് വരിക എന്നുള്ളതാണ് ചെയ്യുന്നത്. എല്ലാ ഫസ്റ്റ് ലെവല്, സെക്കൻഡ് ലെവല്, തേർഡ് ലെവല്, അപ്പം ഓരോ മാസ്റ്റേഴ്സ് ഓരോ രീതിയിലാണ് ക്ലാസ് കൊണ്ടുപോകുന്നത്. അപ്പം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ സ്വയം ഹീൽ ചെയ്യാം. എന്നും ഒരാളുടെ അടുത്ത് പോയി ഹീൽ ചെയ്തതിനേക്കാളും കൂടുതൽ അവരവർക്ക് തന്നെ ഹീൽ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് വലിയൊരു ജീവിതത്തിലൊരു മാറ്റം കൊണ്ടുവരും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഞാനും പഠിച്ച വ്യക്തിയാണ്. അപ്പം നമുക്ക് ഇവിടെ വെച്ച് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാമല്ലോ അല്ലേ സാർ? ഓക്കെ. അപ്പം അങ്ങനെ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും സാറിനെ കോൺടാക്റ്റ് ചെയ്യുക. വീഡിയോയിൽ നമ്മൾ സാറിൻ്റെ കോൺടാക്ട് നമ്പറും അഡ്രസ്സും കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കും. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും സ്നേഹത്തോടെ നന്ദി, നമസ്കാരം. നമസ്കാരം.